ഉദയനിധി സ്റ്റാലിൻ നടത്തിയിരിക്കുന്ന അശ്ലീല പരാമർശം അത് ലൈംഗിക ചുവയോടുകൂടി നടത്തി എന്നുള്ളതാണ് തൃഷയ്ക്കെതിരായിട്ട്. ഇത് കേട്ടതോടെ വിജയ് തൂക്കിയെടുത്തു ഉദയനിധി സ്റ്റാലിനെ അകത്തിട്ടു. ആ സ്റ്റൈലിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഉദയനിധി സ്റ്റാലിനെ അകത്തിടണമെങ്കിൽ മുമ്പ് പറഞ്ഞ പല ഡയലോഗുകളുടെയും പേരിൽ അകത്തിടേണ്ടതായിരുന്നു. ഇത്രയും നാൾ വൈകിപ്പോയി എന്നുള്ളത് പലരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എങ്കിലും ഒരു കാര്യം ഉണ്ട്, തൃഷയെ പറഞ്ഞതിനാണ് ഉദയനിധി അകത്തിട്ടിരിക്കുന്നത്. അത് ഉദയ്ക്ക് വളമാകുമോ, ഉദയനിധി സ്റ്റാലിന് വളമാകുമോ, അതോ വിജയ്ക്ക് പാരയാകുമോ എന്നുള്ള ഒരു ചർച്ച കൂടി നടക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു പരിണിത ഫലം ഉണ്ടാക്കുക? അതായത് ആദ്യം ഇത് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ ഒരു പരാമർശത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത്. അത് ദ്വയാർത്ഥ പ്രയോഗത്തിൽ നടത്തിയാണ്. അതായത് ജനങ്ങൾ തൃഷ എന്നിങ്ങനെ ആരവം ഉണ്ടാക്കിയ സമയത്ത് നടത്തിയൊരു പ്രസ്താവനയാണ്. നമ്മളത് ആവർത്തിക്കുന്നത് ശരിയല്ല. വളരെ അങ്ങേറ്റം മോശമായ ഒരു ദ്വയാർത്ഥ പ്രയോഗമാണ് നടത്തിയത്. പെട്ടെന്ന് തന്നെ ഇദ്ദേഹം അത് തിരുത്തിയിട്ട് ഞാൻ കാവേരി ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നത് അല്ലെങ്കിൽ ഈ ഒരു അശ്ലീലപരമായ പരാമർശം ശരിയല്ല എന്നുള്ള ഉത്തമ ബോധ്യം ഈ സനാതനധർമ്മത്തെ തോൽപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഉദയനിധി സ്റ്റാലിന് തോന്നിയെന്നുള്ളത് നമ്മൾ സമ്മതിക്കണം. അപ്പോൾ ഈ ഉദയനിധി സ്റ്റാലിൻ അറസ്റ്റിലായത് എനിക്ക് തോന്നുന്നു ഈ തമിഴ്നാട്ടിലേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ വിഷമം ഉണ്ടാവുക കേരളത്തിലുള്ള ആൾക്കാർക്കാണ്. കേരളത്തിൽ ഈ ഉദയനിധി സ്റ്റാലിൻ വലിയ ഹീറോ ആണ്. നമ്മുടെ ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമിയൊക്കെ ഒരിക്കൽ ഈ ഉദയനിധി സ്റ്റാലിൻ ഇവിടെ എന്തൊരു സെമിനാറിൽ വന്ന സമയത്ത്, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ ദീർഘമായ ലേഖനമൊക്കെ എഴുതി ഈ ഉദയനിധി സ്റ്റാലിന് സ്വാഗതം ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പം നടന്നിരിക്കുന്ന ഈ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ തൃഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ അശ്ലീല പരാമർശം നടത്തി. ഇന്നിപ്പോൾ ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യത്തിനുള്ള ഉദയനിധി സ്റ്റാലിൻ്റെ ഈ ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിനോടനുബന്ധിച്ചൊക്കെ തന്നെയാണ് ഉദയനിധി സ്റ്റാലിനെ വിജയ്യുടെ പോലീസ് പോയി അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അപ്പം വേണമെങ്കിൽ ഇപ്പം മദ്രാസ് ഹൈക്കോടതി ഹർജി പരിഗണിക്കുമ്പം പറഞ്ഞു കടുത്ത നടപടികളിലേക്കൊന്നും പോകരുത്, അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്കൊന്നും പോകരുതെന്നൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കേട്ടിട്ടില്ല എന്നുള്ളൊരു, അല്ലെങ്കിൽ തങ്ങൾക്ക് ആ ഒരു വിവരം കിട്ടിയിട്ടില്ല എന്ന ഒരു ന്യായത്തെ മുൻനിർത്തി കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും പെട്ടെന്ന് തന്നെ ഈ ഒരു നാടകീയമായൊരു നീക്കം നടത്തി ഉദയനിധി സ്റ്റാലിനെ ഇപ്പം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇത് ഒരിക്കലും ഉദയനിധി സ്റ്റാലിൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. മാത്രമല്ല അദ്ദേഹം അവിടുത്തെ പ്രതിപക്ഷ നേതാവല്ലേ. അതെ, തമിഴ്നാടെന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയുന്നതിന് ഒക്കെ കുറേയും കൂടെയൊക്കെ ഒരു മര്യാദ, അതല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ ഒരു അംശം വേണം. പിന്നെ രണ്ടാമത്തെ കാര്യം, തമിഴ്നാട്ടിലെ ഈ ഇപ്പോൾ തൃഷയുടെ വിഷയം ഈ വിജയുടെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും വളരെ സജീവമായിരുന്നു. തൃഷയും വിജയും തമ്മിലുള്ള അവർ തമ്മിലുള്ള സൗഹൃദത്തെ പശ്ചാത്തലമാക്കിയിട്ട് നേരത്തെ വിഷയമാക്കിയതാണ്. പക്ഷേ അത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ തമിഴ്നാട് കൾച്ചർ, ഒരു തമിഴ് സംസ്കാരത്തെ ഒന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് MGRൻ്റെ ഭാര്യയായിരുന്നു ആര്? ജാനകി, ഇല്ലേ? അതെ. പക്ഷേ MGRൻ്റെ ഇതേ കെണിയായിരുന്നു ആര്? ജയലളിത. തമിഴ്നാട് ജനം സ്വീകരിച്ചു, അല്ലേ? ഈ ഉദയനിധി സ്റ്റാലിൻ്റെ മുത്തശ്ശൻ കരുണാനിധി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് 1989 അന്ന് ജയലളിത ഇതേപോലെ, അതായത് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോൾ നാളെ ബജറ്റ് അവതരിപ്പിക്കാനുള്ള ദിവസമാണ് ഇവിടെ തമിഴ്നാട് അസംബ്ലിയിൽ. ഇപ്പോൾ DMK പറഞ്ഞേക്കുന്നത് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്റ്റാലിനെ അസംബ്ലിയിൽ നിന്ന് മാറ്റാൻ വേണ്ടി അറസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് വിഷയം തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. 1989 കരുണാനിധി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയലളിത ഒരു പ്രമേയം അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അത് AIDMK പ്രവർത്തകർ തമ്മിലുള്ള വലിയ സംഘടനത്തിലാവുകയും ജയലളിതയുടെ സാരി വലിച്ച് കീറുകയും അഴിക്കുകയും ഒക്കെ ചെയ്ത് അപമാനിതയായി ജയലളിത പുറത്തേക്ക് വരികയൊക്കെയാണ് ചെയ്തത്. അന്ന് ജയലളിത നമ്മുടെ മഹാഭാരതത്തിലെ പാഞ്ചാലിയെപ്പോലൊരു പ്രതിജ്ഞ എടുത്തു. അത് പാഞ്ചാലിയുടെ പ്രതിജ്ഞ അറിയാമല്ലോ. ഈ മുടി ഇനി ഞാൻ കെട്ടണമെങ്കിൽ അത് ദുശാസനൻ്റെ നെഞ്ചിലെ ചോര കൊണ്ടേ ഞാൻ കെട്ടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ജയലളിത അന്നൊരു പ്രതിജ്ഞ എടുത്തു. ഇനി ഞാൻ ഈ അസംബ്ലിയിൽ കയറണമെന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയായിട്ടേ ഞാൻ കയറത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ജയലളിതയുടെ ആ പ്രതിജ്ഞ ഈ പറഞ്ഞതുപോലെ പാഞ്ചാലിയെപ്പോലെ ഭീമൻ്റെ സഹായം ഇല്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് തന്നെ ജയലളിത അത് നേടി. അങ്ങനെ തിരിച്ച് മുഖ്യമന്ത്രിയായിട്ട് വന്നു. ഒരു കൊച്ചു വെളുപ്പാൻ കാലത്ത്
ജയലളിതയുടെ പോലീസ് പോയി കരുണാനിധിയെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അതെ. കരുണാനിധി അലറുന്ന നിലവിളിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഇതൊക്കെ തമിഴ്നാട് പൊളിറ്റിക്സിൻ്റെ അല്ല തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അവിടുത്തെ ഈ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയവും ഈ സ്ത്രീകളും തമ്മിലുള്ള ബന്ധവും രാഷ്ട്രീയ നേതാക്കന്മാരും സ്ത്രീകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു 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 ചങ്ങല പോലെ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് സാധനം. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കരുണാനിധിയുടെ ഈ ഉദയനിധി സ്റ്റാലിൻ്റെ മുത്തച്ഛനും ഇത്തരം പ്രയോഗങ്ങളൊന്നും മോശമായിരുന്നില്ല, ജയലളിതയെ ആക്ഷേപിക്കുന്നതിനൊന്നും മോശമായിരുന്നില്ല. അപ്പോൾ ആ ഒരു ജനറ്റിക് തുടർച്ചയും ഒരു പക്ഷേ ഉദയനിധി സ്റ്റാലിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവാം. ഇത് തമിഴ്നാട് പിന്നെ അതുപോലെ തമിഴ്നാട്ടിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അത് നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു സംഗതി കൂടിയാണ്. കാരണം ഏറ്റവും കുറവ് സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടിരുന്ന സ്ഥലം തമിഴ്നാടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് റേപ്പാണെങ്കിൽ റേപ്പൊക്കെ വളരെ നില്ലായിട്ടുള്ളൊരവസ്ഥയായിരുന്നു തമിഴ്നാടെന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ സംസ്കാരമാണ്. ഈ തമിഴ് സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര പ്രായം ചെന്ന വലിയ വ്യക്തിയാണെങ്കിലും ഒരു കൊച്ചു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അവർ അമ്മ എന്നാണ് വിളിക്കുക, എന്നമ്മ എന്നാണ് വിളിക്കുക. അപ്പോൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു വലിയൊരു സ്ഥാനമുണ്ട്. അത് അവിടുത്തെ സ്ത്രീകളിലും കാണാനുണ്ട്. നല്ല തൻ്റെടമുള്ള നമ്മളിവിടെ വന്ന തമിഴ് സ്ത്രീകൾ നമ്മുടെ തെരുവുകൾ നടക്കുന്ന കാണണം. നല്ല ആത്മവിശ്വാസമാണ് ആ സ്ത്രീകൾക്ക്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംസ്കാരമാണ് തമിഴ് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ സംസ്കാരത്തിൽ ഈ സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും അവർ ആക്ഷേപിക്കപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അവരുടെ ജനതയെ ബാധിക്കും. അതോടൊപ്പം തന്നെ ഈ ജാനകി MGRൻ്റെ ഭാര്യയായിരിക്കുമ്പോൾ തന്നെ പ്രിയമുള്ളവൾ ഇതേക്കണി ജയലളിത, അതിനും ഒരു തമിഴ് പശ്ചാത്തലമുണ്ട്. ഇപ്പം കരുണാനിധി രോഗശൈലി കിടന്നപ്പം തലയുടെ ഭാഗത്തൊരു ഭാര്യയും കാൽക്കൽ മറ്റൊരു ഭാര്യയായിരുന്നു. അപ്പോൾ ഈ ചിന്നവീട് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അവരുടെ സംസ്കാരത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ഒരു പൊതുവിൽ അംഗീകരിക്കപ്പെട്ട രീതിയിലുണ്ട്. ഒരു പക്ഷേ അതും ഒക്കെ ആയിരിക്കാം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ തൃശ വിഷയം വന്ന സമയത്ത് ഈ വിജയിയുടെ പോപ്പുലാരിറ്റിയെ ബാധിക്കാതിരുന്നതിൻ്റെ വിഷയം ഒരുപാട് ഇങ്ങനെയുള്ളൊരു കൾച്ചറൽ ആസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ ഈ ഉണ്ടായിരിക്കുന്ന സംഭവം ഉദയനിധി സ്റ്റാലിൻ്റെ പരാമർശത്തെ ആർക്കും തന്നെ അത് ന്യായീകരിക്കാൻ പറ്റില്ല. വിശേഷിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ സനാതനധർമ്മത്തെ ഇല്ലാണ്ടാക്കുക, നശിപ്പിക്കുക, അത് കാളകൂട വിഷം പോലെയാണ് സനാതനധർമ്മം എന്നൊക്കെ പറയുന്ന വ്യക്തി എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു സാംസ്കാരികമായ തലവും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇന്ത്യ ഇപ്പോഴൊരു സംസ്കാരത്തിൽ അപ്പം അന്ന് ഇദ്ദേഹം ഈ പ്രസ്ഥാനം നടത്തിയപ്പോഴത്തേക്ക് മമതാ ബാനർജി എന്താ പറഞ്ഞത്, അത് ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ അടിത്തറയാണത്, അടിസ്ഥാനമാണ് സനാതന സംസ്കാരം എന്ന് പറയുകയുണ്ടായി. അന്ന് ഒരു മുന്നണിയിലാണ്, ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് ഈ രാഷ്ട്രീയമായിട്ട് ഇതെങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഈ അഴിമതി നടന്നിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ സ്റ്റാലിൻ്റെ ഭരണകാലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് നല്ലൊരു പങ്ക് ഉദയനിധി സ്റ്റാലിൻ വഹിച്ചിട്ടുണ്ട്. വിശേഷം അവിടുത്തെ ഈ മദ്യ കച്ചവടത്തിൽ ഈ പറഞ്ഞതുപോലെ ഓരോ കുപ്പിയുടെ പുറത്തും 10 റുപ്യയായിരുന്നു അവസാനത്തെ 1 വർഷമോ 2 വർഷമോ ഏർപ്പാടാക്കിയത്. ആ 10 റുപ്യ മുഴുവൻ ഈ പറഞ്ഞ പോലെ ആരോപണം എന്ന് പറയുന്നത് DMKക്കുള്ള തിരഞ്ഞെടുപ്പ് ഫണ്ടെന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ വലിയ അഴിമതി. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളിലൊക്കെ ഓരോരുത്തരുടെ വീടുകളിൽ നിന്ന് 48 കോടി 50 കോടിയൊക്കെ ഓരോരോ പ്രാദേശിക നേതാക്കന്മാരുടെ വീട്ടിൽ പിടിക്കപ്പെട്ടത്. അങ്ങനെ വളരെയധികം ഒരു രാഷ്ട്രീയമായിട്ട് പരാജയപ്പെട്ട ഒരവസ്ഥ ആലോചിച്ച് നോക്കണം. DMKയുടെ പിന്നെ 2 ഡിജിറ്റിലേക്ക് വന്നു അല്ലേ, ഇത്ര 54 സീറ്റൊക്കെ ഉള്ളൂ DMKക്ക്. അപ്പോൾ ആ രീതിയിലേക്ക് വന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ്റെ ഈ ഒരു പ്രസ്ഥാനം വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ കനിമൊഴിയുടെയും പ്രശ്നമാണ്. കനിമൊഴിയും ഈ പറഞ്ഞതുപോലെ സ്ത്രീ പിന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും സ്ത്രീ പിന്നെ വിരുദ്ധ പ്രസ്താവനകൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ എഴുതുകയും പ്രസംഗിക്കുകയും കവിത എഴുതുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് കനിമൊഴി. ഇപ്പം നമ്മൾ നോക്കുന്നത് ഈ കനിമൊഴി ഇതിനകത്ത് എന്ത് പറയുന്നുള്ളതാണ് നോക്കുന്നത്, മനസ്സിലായില്ലേ? ഇപ്പോൾ കനിമൊഴിക്ക് പോലും ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഈ DMKയുടെ ഒരു നേതൃസ്ഥാനത്തേക്ക് വന്നിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു വ്യക്തത വരുത്തേണ്ടി വരും. അപ്പോൾ രാഷ്ട്രീയമായിട്ട് നേരിടുന്നത് ഇപ്പം സ്റ്റാലിൻ ഒരുമാതിരി പിൻവാങ്ങിയ അവസ്ഥയാണ്. ഇനി മുമ്പോട്ട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനാണ്. ഉദയനിധി സ്റ്റാലിൻ്റെ ഈ ഒരു സമീപനമാണ്. അപ്പോൾ ഇവിടെ ഈ കനിമൊഴിക്ക് പോലും ഈ DMK മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ ഉദയനിധി സ്റ്റാലിൻ്റെ ഈ സമീപനം കൊണ്ടെത്തിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ അവർ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മൾ കാണേണ്ട സാധനം ഈ ഇപ്പോൾ TVK അവിടെ മറ്റൊരു ശക്തിയായിട്ട് മാറുന്നു അല്ലേ. ഇപ്പോൾ വിജയിയുടെ പോപ്പുലാരിറ്റി ഇതിപ്പം നമ്മൾ കിട്ടുന്ന ആ പ്രാഥമിക റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ വിജയ്
ഈ നടപടിയെ ആൾക്കാരവിടെ TVK പ്രവർത്തകരായിരിക്കാം നാട് മുഴുവൻ ആഘോഷിക്കുന്നതാണ് നമ്മളിപ്പം പ്രഥമ ദൃഷ്ടി അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് DMK ഇനിയിപ്പോൾ ഇനി 2029 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്നത് അല്ലേ? അപ്പോൾ അതിനും ടൈമുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് രാഷ്ട്രീയമായിട്ട് ഒരു പക്ഷേ DMKക്ക് നേരിടുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടിയായിട്ട് മാറാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. കാരണം കനിമൊഴിക്ക് പോലും ഇതിനെ ന്യായീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അപ്പം ഞാൻ തൃഷയല്ല ഉദ്ദേശിച്ചത്, കാവേരിയാണ് ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേക്ക് വ്യക്തമായി സംഗതി അല്ലേ? അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ തമിഴ്നാട് രാഷ്ട്രീയം ഈ പറഞ്ഞ പോലെ TVKയുടെ ഒരു ഭാഗത്തേക്ക് മാറുന്നുണ്ട്. അതേപോലെ തന്നെ അണ്ണാമല ഇപ്പോൾ BJP എന്നൊക്കെ മാറി അണ്ണാമല വേറൊരു രാഷ്ട്രീയം, ഒരു വളരെ ഇത്തിരിയുടെ ആഴത്തിലുള്ള ഒരു ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നു. തീർച്ചയായിട്ടും അണ്ണാമലയുടെ പ്രവർത്തനം സമാന്തരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു ഘടന മാറുന്നതിൻ്റെ ഒരു നിർണായക മുഹൂർത്തം കൂടിയായിട്ട് വേണം നമ്മളിതിനെ കാണാനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും DMK പ്രവർത്തകർ വിജയുടെ അറസ്റ്റിനെ തടയുകയും ബസ്സിൻ്റെ മുമ്പിൽ കയറി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയമായിട്ട് DMKക്ക് വലിയ ഒരു തിരിച്ചടി എന്നല്ല പറയുക, അതിൻ്റെ ഒരു പതനത്തിൻ്റെ ഒരു പടിയും കൂടെ അത് ആക്കം പെട്ടെന്ന് കൂട്ടും എന്നുള്ള അവസ്ഥയിലേക്ക് നീങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ ലൈവ് നിങ്ങൾക്കൊപ്പമുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യണേ.